ഇന്ന് നമുക്ക് അസാധ്യ രുചിയിലൊരു പാൽക്കൊഴുക്കട്ട ഉണ്ടാക്കാം. അപ്പോൾ അരക്കപ്പ് ഫൈനായിട്ട് പൊടിഞ്ഞ വറുത്ത അരിപ്പൊടിയിലോട്ട് ഒരു നുള്ളുപ്പും 1/2 ടീസ്പൂൺ നെയ്യും കൂടി ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ചെയ്യണം. ഇതിലോട്ട് നല്ല തിളച്ച വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് ആദ്യമേ തവി കൊണ്ടൊന്ന് ഇളക്കണം. പിന്നെ ചെറിയ ചൂടോടുകൂടി കൈ കൊണ്ട് നല്ലതായിട്ട് കുഴച്ച് ഒന്ന് സോഫ്റ്റാക്കി എടുക്കണം. അപ്പോൾ ഇതുപോലൊന്ന് സോഫ്റ്റാക്കി എടുക്കണം. എന്നിട്ട് ഇതിൽ നിന്ന് കുറേശ്ശെ മാവെടുത്തിട്ട് ചെറിയ ചെറിയ ബോൾസ് ആക്കി ഒന്ന് ഉരുട്ടി മാറ്റി വെക്കണം. ഈ ഒരു രീതിയിൽ. ഇനി 1/2 ലിറ്റർ പാലൊന്ന് തിളപ്പിക്കണം. തിക്കായിട്ടുള്ള പാൽ, ഫുൾ ക്രീം മിൽക്ക്. തിളച്ച് കഴിഞ്ഞിട്ട് മീഡിയം ഫ്ലെയിമിലിട്ടിട്ട് അത് കുറച്ചൊന്ന് കുറുക്കണം. ഒന്ന് കുറുകി കഴിഞ്ഞിട്ട് നമ്മൾ ഉരുട്ടിയെടുത്ത ബോൾസ് എല്ലാം ഇതിലിട്ടൊന്ന് നല്ലതായിട്ടൊന്ന് വേവിക്കണം. ആദ്യമേ ഇളക്കി കൊടുക്കരുത്. കുറച്ചൊന്ന് തിക്കായി കഴിയുമ്പോൾ ഇതിലോട്ട് 1/4 ടീസ്പൂൺ ഏലക്കാപ്പൊടിയും കൂടെ ചേർത്ത് കൊടുക്കണം. ഇത് കുറച്ചും കൂടെ ഒന്ന് തിക്കായിട്ടുണ്ട്. ഇനി ഇതിലോട്ട് പാകത്തിനുള്ള പഞ്ചസാരയും കൂടെ ചേർത്തിട്ട് നല്ലതായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. ഒരു 2 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ ഇതിട്ട് ഈ ഒരു പരുവത്തിലാകും. എന്നിട്ട് ഇതിലോട്ട് 1/2 കപ്പ് തിക്കായിട്ടുള്ള തേങ്ങാപ്പാലും കൂടെ ചേർത്തിട്ട് ചെറുതായിട്ടൊന്ന് ചൂടാക്കി എടുക്കണം. അല്ലേ, നമ്മുടെ പാൽക്കൊഴുക്കട്ട റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇത് ഉറപ്പായിട്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അത്ര രുചിയുള്ളൊരു പാൽക്കൊഴുക്കട്ട ഇത്. താങ്ക് യു.